റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായി ഒരുക്കിയ അത്താഴ വിരുന്നിൽ ഡോക്ടർ ശശി തരൂർ എം പി പങ്കെടുത്തതിൽ ഹൈക്കമാൻഡിന്റെ കടുത്ത അതൃപ്തി. രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ വിരുന്നിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ക്ഷണിച്ചിരുന്നില്ല. ചില വ്യക്തികളുടെ സ്തുതി പാടൽ പാർട്ടിയെ ബാധിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഇന്ത്യയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ഭവനിൽ നൽകിയ അത്താഴ വിരുന്നിൽ പ്രതിപക്ഷ നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്കും ക്ഷണമുണ്ടായിരുന്നില്ല. ക്ഷണം ലഭിച്ച ഡോക്ടർ ശശി തരൂർ MP അത്താഴ വിരുന്നിൽ പങ്കെടുത്തതോടെ തരൂരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. നേതാക്കളെ വിളിക്കാത്ത വിരുന്നിൽ താനായിരുന്നുവെങ്കിൽ പങ്കെടുക്കില്ലായിരുന്നുവെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര. ക്ഷണിച്ചവരും പങ്കെടുത്തവരും ചോദ്യം നേരിടേണ്ടി വരുമെന്ന് പവൻ ഖേര പറഞ്ഞു. സർക്കാർ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശും കുറ്റപ്പെടുത്തി. Well, the people who've issued such an invite or not issued invite, and the people who accepted the invite despite the fact that their own leaders have not been invited, comes as a shock. People should listen to the voice of their conscience. ചില വ്യക്തികളുടെ സ്തുതി പാർട്ടിയെ ബാധിക്കില്ലെന്നും ഉചിതമായ സമയത്ത് വിഷയം ചർച്ച ചെയ്യുമെന്നുമായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലപാട് വളരെ വ്യക്തമാണ്. ഏതെങ്കിലും വ്യക്തി നടത്തുന്ന ഇൻഡിവിജ്വൽ സ്തുതിയോ പരാമർശങ്ങളോ ഒന്നും പാർട്ടിയുടെ നിലപാടിന്റെ നയങ്ങളെയോ 1% പോലും ബാധിക്കില്ല. പാർട്ടി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്യും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലാണ് തന്നെ ക്ഷണിച്ചതെന്ന് ശശി തരൂർ പ്രതികരിച്ചു. വിദേശകാര്യങ്ങളിൽ തരൂരിന് വൈദഗ്ധ്യമുണ്ടെന്നും അർഹതപ്പെട്ടവരെ മാത്രമേ പരിപാടിയിൽ ക്ഷണിക്കൂവെന്നും BJPയും പ്രതികരിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.